കഴിഞ്ഞ ദിവസം ABC പുറത്തുവിട്ട ഒരു വാർത്തയാണ് 4 ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശബ്ദമായിട്ട് പുറത്താക്കി എന്നുള്ള വിവരം. അവർ ഉന്നയിക്കുന്ന വാദം മറ്റൊന്നുമല്ല, നരേന്ദ്രമോദി സർക്കാരിന് പൊതുജനങ്ങളോടുള്ള നാണക്കേട് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. ഓസ്ട്രേലിയ ആരോപിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓസ്ട്രേലിയ ഇന്ത്യ നയതന്ത്ര ബന്ധം വളരെ ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ചാരപ്രവൃത്തി ആരോപിച്ച് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത്. 2021 സമാനമായിട്ടുള്ള രീതിയിൽ ചാരപ്രവർത്തനം നടന്നിരുന്നു. എന്നാൽ അന്നത് ഓസ്ട്രേലിയ ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് ഒതുക്കി കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ നയതന്ത്രജ്ഞരായിട്ട് വേഷം മാറി നടന്ന ഇന്ത്യൻ ഏജന്റുമാർ സെൻസിറ്റീവ് ഡിഫൻസ് ടെക്നോളജിയിലേക്കും അതുപോലെ എയർപോർട്ട് സെക്യൂരിറ്റി പ്രോട്ടോകോളുകളിലേക്കും എൻട്രി നേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സ്റ്റേറ്റ് പോലീസ് സർവീസ് എന്നിവയെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി അവരെ നിരീക്ഷിച്ചു. ഓസ്ട്രേലിയയുടെ വ്യാപാര ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു രഹസ്യ വിവരണങ്ങളൊക്കെ നേടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഇത്തരത്തിൽ തുടങ്ങിയവയാണ് അവർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കുറ്റം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചുമത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പൊ ആരോപിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ തന്നെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള മൈക്ക് ബർഗ്സ് ആണ്. അദ്ദേഹമാണ് ഈ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഹർദീപ് സിംഗ് നിജാർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങളെ ശക്തമായിട്ട് പിന്തുണച്ചുകൊണ്ട് മൈക്ക് ബർഗ്സ് വന്നിരുന്നു. ഇന്ത്യൻ ഏജന്റുമാരും അല്ലെങ്കിൽ ഈ നിജാറിന്റെ കൊലപാതകവുമായും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നാണ് ട്രൂഡോ പറഞ്ഞിരുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോ ഈ മൈക്ക് ബർഗ്സ് ട്രൂഡോയുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ആരോപണത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചാരപ്രവൃത്തി ഒരിക്കലും ഒരു ഓസ്ട്രേലിയ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ തടയുക എന്ന ലക്ഷ്യത്തെ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഖാലിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതത്തിലേക്ക് ഈ ചാരപ്പണി നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഓസ്ട്രേലിയയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നീക്കം. ഒരു ഭീകരവാദി സംഘടനയാണ് ഇപ്പൊ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ രാജ്യങ്ങൾ അനുകൂലിക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ വിഘടനവാദികൾ ധാരാളമാണ് ഉള്ളതെന്ന് അത് രാജ്യത്തിന് അപകടം തന്നെയാണ്. എന്നുവെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് കൂടെ അപകടമാണ്. ഇത് നിയന്ത്രിക്കേണ്ടത് ഇന്ത്യയുടെ കടമ തന്നെയാണ്. കാരണം ഒരുപാട് പ്രവാസി ഇന്ത്യക്കാർ അവിടെയുണ്ട്. ഓസ്ട്രേലിയ പറയുന്നത് വിദേശത്ത് പ്രോട്ടോകോളുകൾ ലംഘിക്കുന്നതിൽ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ സമാനമായ ചെയ്തികൾ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇന്ത്യ ചെയ്തിരിക്കുന്നത് വിഘടനവാദികളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ബാധിക്കാതിരിക്കുക എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഖാലിസ്ഥാൻ അനുകൂല പ്രസ്താവനയോട് യോജിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഇത് സുരക്ഷാ വീഴ്ച തന്നെയാണ് ഓസ്ട്രേലിയ നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സമൂഹത്തിൽ വിഘടനവാദികൾ വിള്ളൽ ഉണ്ടാക്കുന്നത് അത് തടയാൻ ശ്രമിക്കുക എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്തായാലും ഇതിനെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അതേപോലെ വിദേശകാര്യ മന്ത്രി ജയശങ്കറും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വരുന്ന നാളുകൾ നമുക്ക് അറിയാൻ സാധിക്കും.